തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ യോഗ പ്രാണവിദ്യയുടെ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ട്രെയിനറാണ്. മഹാത്മാ ചോവാ കോക്സുയി തയ്യാറാക്കിയ പാഠ്യപദ്ധതികളും മാ ഷാർലറ്റിനാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതും ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യപ്പെട്ടതുമായ കോഴ്സുകളിലെ ഒട്ടനവധി കോഴ്സുകളിലെ ജീവിതഗന്ധിയായ ജീവിതത്തിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന പല മെത്തേഡ്സ്, ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പല മെത്തേഡുകൾ മാസ്റ്റർ ചോവാ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ ബുദ്ധി, അതായത് സയൻറ്റിസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റലക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാ ഷാർലറ്റും കൂടെ തയ്യാറാക്കി ഒരു ശിവപാർവതി സങ്കല്പമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. രണ്ടുപേരും ചേർന്ന് ഇതിന് ലോകമെമ്പാടും ഇത് പ്രശസ്തിയിലേക്ക് ഉയർത്തി. 40 വർഷങ്ങളായിട്ട് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഇത് പരിശീലനം നടക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഫൗണ്ടേഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാസ്റ്ററുടെ ഇവിടെ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം. പക്ഷേ ഈ ടീച്ചിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ആണ്. അദ്ദേഹം ചെറുപ്പം തൊട്ടേ തന്നെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് ഓരോ സോളുകൾക്ക് ഓരോ നിയോഗമുണ്ടല്ലോ. അദ്ദേഹം ഫിലിപ്പൈൻസിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ദൈവികമായ ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് ഇത് പ്രകടമാകുന്നത്, എന്താണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗം, ഹുയിസ് അയാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അദ്ദേഹം ലോക രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുക, അവിടത്തേക്ക് ഹൈ പ്രീസ്റ്റുകളെ, യോഗിമാരെ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലെ കൃഷിക്കാരൊക്കെ ആയിട്ട് അദ്ദേഹം, കൃഷിമാർ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ആളുകൾക്കൊരു സംശയമുണ്ട്, ഹിന്ദുക്കളാണ് കൃഷിമാരെന്ന്. അങ്ങനെയില്ല കേട്ടോ. ആക്ച്വലി ഒരു ഇവോൾവ് ഇൻഡിവിജ്വൽ ഏത് മതത്തിലായാലും അവരുടെ മതപാരമ്പര്യങ്ങളിൽ ശരിയായി കൃത്യമായി അതിനെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിൻ്റെ കൃത്യതയിലേക്ക് പോകുന്ന ആളുകൾ, ആ എവല്യൂഷനിലേക്ക് വരുന്ന ആളുകളാണ് യോഗിമാർ എന്ന് പറയുന്നത്, ഋഷിമാരെന്ന് പറയുന്നത്. അല്ലാതെ ഇതിനൊരു പ്രത്യേക മതത്തിൻ്റെ ആവിഷ്കാരമില്ല. അവരൊക്കെ കണ്ടെത്തിയ അവരുടെ പരമ്പരകൾ, അവരുടെ ഗുരുക്കന്മാർ നൂറ്റാണ്ടുകളായി കണ്ടെത്തിയ പല ആശയങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ട് അത് ലോകനന്മയ്ക്ക് വേണ്ടി അത് പ്രചരിപ്പിക്കാനായിട്ട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഗുരുക്കന്മാരുണ്ടാവുകയാണ്. ഓരോ ഗുരുക്കന്മാർ ജനനം കൊണ്ടു. നമുക്കറിയാം യേശുദേവൻ, ബുദ്ധൻ, അതുപോലെ തന്നെ കൃഷ്ണൻ, ഇവരൊക്കെ, പ്രൊഫറ്റ് മുഹമ്മദ്, ഇവരൊക്കെ ഇവിടെ ജനങ്ങളുടെ സേവയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ചിട്ടപ്പെടുത്തിയ സമ്പ്രദായങ്ങളുണ്ട്. അതിൻ്റെ ആശയങ്ങളെ ശരിയായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു ആത്മീയമായ വിദ്യാർത്ഥിയുടെ രൂപത്തിൽ മഹാത്മാ ചോവാ കോക്സുയി തയ്യാറായി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശിച്ചു. കബല്ല സന്യാസിമാരിൽ നിന്നും അദ്ദേഹം ഈ ചക്രകളെക്കുറിച്ച് കൂടുതലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് വൈറ്റൽ പോയിന്റുകളുണ്ട്. ചൈനക്കാരതിന് അക്യുപഞ്ചർ പോയിന്റുകൾ എന്നാണ് പറയുക. ഇത് പവർ പ്ലാന്റുകളായിട്ട് നമ്മുടെ ശരീരം നിലനിർത്തുന്നതിനും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന ഭക്ഷണം, വായു, വെള്ളം, സൂര്യപ്രകാശം മാത്രം കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വൈറ്റൽ പോയിന്റുകളുണ്ട്, എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ സഹായവും അത് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഊർജങ്ങൾ, പ്രകൃതിയിലെ കോസ്മിക് എനർജിയെ സ്വീകരിച്ചെടുത്ത് ബയോപ്ലാസ്മിക് ഫോമിലുള്ള ഊർജത്തെ സ്വാംശീകരിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റാലിറ്റി നൽകി അതിനെ ഈ വലുപ്പത്തിലേക്ക് ആക്കി എടുക്കുന്നതിൻ്റെ ഒരു വലിയ പങ്ക് ഈ ഊർജത്തിനാണുള്ളത്. ഊർജമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഊർജ വിശേഷത്തെക്കുറിച്ച് നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് കൈ ബന്ധിക്കാനോ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് പറയാം. അപ്പോൾ നമ്മിൽ കൂടെ ഒരു എനർജി മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മിൽ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ ചലിക്കാൻ സഹായിക്കുന്ന ഈ ഊർജത്തെ, അതിലേക്ക് ആവശ്യമുള്ള ഊർജത്തെ കൂടുതലായിട്ട് കുറഞ്ഞിടങ്ങളിലേക്ക്, കൂടുതൽ ഉള്ളിടങ്ങളിൽ നിന്നും സ്വീകരിച്ച് അവിടേക്ക് കൊടുത്ത് സുഖപ്പെടുത്തുന്നതിനാണ് ഹീലിംഗ്, എനർജി ഹീലിംഗ്, യോഗ പ്രാണവിദ്യ അല്ലെങ്കിൽ പ്രാണിക് എനർജി ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്.
ഈ തലത്തിൽ 17-ാം നൂറ്റാണ്ടിൽ ഡോക്ടർ മിക്കാവോ സുയി റെയ്ക്കിയുടെ ഉപജ്ഞാതാവ്, അദ്ദേഹം ഒരു വിഷഗ്രഹൻ തന്നെയായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ ചില ആശയങ്ങൾ അത് റെയ്ക്കി എന്ന രൂപത്തിൽ, റെയ്ക്കി എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അദ്ദേഹം കണ്ടെത്തിയ ആശയങ്ങൾ അതിന് ഒരു ഈശ്വരീയമായ പരിവേഷമാണ് അതിൽ പ്രധാനമായിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടം മാറി, നൂറ്റാണ്ടുകൾ മാറിയപ്പോൾ, പുതിയ ജന്മങ്ങൾ വന്നപ്പോൾ, ഈ പുതിയ ഇറയിൽ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഗുരുക്കന്മാർ ജനിക്കുന്നു എന്നുള്ളതാണ്, ഓരോ പ്രത്യേകമായ സബ്ജക്റ്റുകളിൽ. ഇവിടെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഹീലിംഗിന് ശേഷം വളരെ ഉന്നത തലത്തിലുള്ള സ്പിരിച്വൽ സാധനങ്ങളൊക്കെയുള്ള ഒരു രീതിയാണ് മഹാത്മാ ചോവാക്കോക്സി വളരെ സ്പഷ്ടമായി സ്ഫുടമായി തയ്യാറാക്കി വളരെ ലളിതമായി ലോക നന്മയ്ക്ക് വേണ്ടി ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതിൽ ഒരു ചെറിയൊരു കോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം അതിന് ആദ്യം വിളിച്ച പേര് സൂപ്പർ ബ്രെയിൻ യോഗ എന്നാണ്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ പറ്റും. അദ്ദേഹം അതിൻ്റെ കോപ്പിറൈറ്റ് ഒക്കെ തയ്യാറാക്കി തന്നെ സൂപ്പർ ബ്രെയിൻ യോഗ എന്നുള്ള പേരിൽ അദ്ദേഹം പുസ്തകം രചിച്ചു. അത് ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാഗമായിരുന്നു ഈ സൂപ്പർ ബ്രെയിൻ യോഗ. അത് തന്നെയാണ് മാ ഷാർലറ്റ് എനർജറ്റിക് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ളൊരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ അതിനെ കുറേ കൂടി മോഡിഫൈ ചെയ്ത്, അതായത് മഹാത്മാ ചോവാക്കോക്സിയും മാ ഷാർലറ്റും കൂടി ചേർന്നപ്പോൾ അവിടെ ജനിച്ച ചർച്ചകളിൽ നിന്നും കണ്ടെത്തിയ ആശയങ്ങളിൽ നിന്നും അവർ പുതിയ സിലബസ് തയ്യാറാക്കിയിരുന്നു. ആ സിലബസാണ് മാ ഷാർലറ്റ് എനർജറ്റിക് ഡിഫൻസ് എന്ന പേരിൽ യോഗ പ്രാണവിദ്യയിൽ കൂടെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വൈഭവം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പെരിഫറിയിൽ കാണുന്നത്. പക്ഷെ അതിന് വളരെ ഡീപ്പർ ഇൻ ദ സെൻസ് ഓഫ് ഒരു ഡീപ്പർ ആയിട്ട് നിൽക്കുമ്പോൾ അതിന് അത്ഭുതകരമായ ശേഷിയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയും ഇത് പരിശീലിക്കുമ്പോൾ. വളരെ ലളിതമാണ്. ഇന്ത്യൻ ഋഷിമാർ അവരുടെ പണ്ഡിതന്മാരായിരുന്ന അവരുടെ ശിഷ്യർക്ക് പഠിപ്പിക്കാനായിട്ട് കണ്ടെത്തിയ പൂർവികരാൽ കൈമാറ്റം ചെയ്യപ്പെട്ട അവരുടെ ഓർമ്മകളിൽ പഠിപ്പിക്കുന്ന മന്ത്രങ്ങളും അതുപോലെ തന്നെ അതിലെ അർത്ഥങ്ങളും അതിൻ്റെ ശബ്ദവും ആ സ്ഫുടമായി തയ്യാറാക്കിയ ശബ്ദങ്ങളും ഇതൊക്കെ കൃത്യമായി വിദ്യാർത്ഥിയിൽ ഉറച്ചു നിൽക്കാനുള്ള സഹായമായിട്ട് ഈ വിദ്യ പഠിപ്പിച്ചിരുന്നു ഇന്ത്യയിലുള്ള ഋഷിമാർ. അപ്പോൾ വേദങ്ങൾ പഠിപ്പിക്കാൻ മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ വളരെ ഡീപ്പർ സബ്ജക്റ്റുകൾ, ഇസോട്ടറിക് സയൻസുകൾ പഠിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞ ഓർമ്മയായിട്ടും ശക്തിയായിട്ടും, പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങളില്ലല്ലോ, അത് പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അതിനുവേണ്ടി ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയ മെത്തേഡാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത് പണ്ടേ ആചരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ ആചരിച്ചു വരുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ വീട്ടിലൊക്കെ പണ്ടൊക്കെ കാരണന്മാർ കുട്ടികളെ കുറുമ്പ് കാണിച്ചാൽ പഠിച്ചില്ലെങ്കിലൊക്കെ ചെവി പിടിച്ച് തിരുമ്മും അല്ലേ? രണ്ട് ചെവിയും ചിലപ്പോൾ പിടിച്ച് ടീച്ചേഴ്സ് തിരുമ്മും. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? കുട്ടീനെ പണിഷ്മെന്റ് ചെയ്യാന്നുള്ള വിചാരത്തിലാണ് ടീച്ചർ ചെയ്യണതെങ്കിലും ടീച്ചർക്ക് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം അറിയുന്നില്ലെങ്കിലും ആക്ച്വലി കുട്ടിക്ക് ഈ രണ്ട് ബ്രെയിനുകളും ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാണ്. തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ട് വരാതിരുന്നത്, പഠിച്ചിട്ട് മനസ്സിലാക്കാതിരുന്നതിനൊക്കെ ശിക്ഷിക്കുമ്പോൾ അത് വീട്ടിലായാലും നമ്മൾ ഗ്രഹത്തിടിക്കലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രഹത്തിടിക്കുന്നത്. ഇതൊക്കെ പണ്ട് വീടുകളിൽ മുതിർന്ന ആളുകൾ അനുസരിക്കാത്ത കുട്ടികളെയോ അല്ലെങ്കിൽ പഠിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഓർമ്മ അത് അവർ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ടല്ല അത് ആക്ച്വലി ചെയ്യുന്നത്. അവർ തെറ്റ് ചെയ്യാൻ കാരണം അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ അറിവുണ്ടാക്കുക എന്ന മഹനീയമായ ആശയമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഈ ഋഷി തുല്യരായിരുന്ന ഗുരുക്കന്മാരെ ശിഷ്യർക്ക് അവരെ ബോധതലത്തെ ഉണർത്താനും ശക്തിപ്പെടുത്താനും അവർക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞ് അത് ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്.
ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഈ അന്ന് തയ്യാറാക്കിയതിൻ്റെ മഹാത്മീയമായ അവസ്ഥ. നമ്മുടെ ഒരു ചെവി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, നമ്മൾ ചെവി ഒന്ന് വരച്ച് നോക്കിയാൽ കാണാം, അതൊരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നതിൻ്റെ ഒരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ചെവിയിൽ പല അക്യൂപഞ്ചർ പോയിന്റുകളുണ്ട്, പ്രഷറിങ് പോയിന്റുകൾ. ഇതൊക്കെ നമ്മുടെ ശരീരം എല്ലാം ഒന്നായി നിൽക്കുകയാണ്. എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളുമായിട്ടും മെറിഡിയൻസ്, അതുമാതിരി തന്നെ ചക്രകൾ, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇയർ ലോബ് ഉണ്ടല്ലോ, ഇത് തലയുടെ ഭാഗമാണ്. ഒന്ന് വരച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട്, തല പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നത് പോലെ. അപ്പോൾ ആ തലയുടെ ഭാഗമാണ് ഈ ലോബ്. അവിടെ അമർത്തുമ്പോൾ, നമ്മളിവിടെ അമർത്തുകയാണ്, ഇവിടെ പ്രഷർ കൊടുക്കുകയാണ്. ഒന്ന് അമർത്തി പിടിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദാറ്റ് ടൈം, ദർ ഇസ് വി ആർ ഗിവിങ് എ പ്രഷർ ദർ. ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആകുന്നു. അതുപോലെ ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ ഇവിടെ സ്റ്റിമുലേറ്റ് ആകും, ഈ ഭാഗത്തുള്ള ഹെർമിസ്ഫിയർ സ്റ്റിമുലേറ്റ് ആകുന്നു. ഇപ്പം രണ്ട് ഭാഗം ഒരേപോലെ അമർത്തി പിടിക്കുമ്പോൾ രണ്ട് ഭാഗവും ഉയർന്നു വരുന്നു. സാധാരണ ബുദ്ധിശക്തി കുറവും ഓർമ്മശക്തി കുറവും ഒക്കെയുള്ള ആളുകളുടെ ബ്രെയിൻ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ, നമ്മുടെ ഹീലിംഗ് മെത്തേഡിലുള്ള സ്കാനിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും വ്യത്യസ്തമായ അളവിൽ നിൽക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ അതിനെ ക്രോഡീകരിച്ച് അതിനെ കൃത്യമാക്കുക എന്നുള്ളതാണ് ഈ പരിശീലനം. വലിയ ശാസ്ത്രജ്ഞരായിരുന്ന ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒക്കെ ബ്രെയിൻ ഒരേ സമയം കൃത്യമായി രണ്ടും ഒരേപോലെ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നാം ഇത് ചെയ്യുന്നത് കൂടി നമ്മുടെ രണ്ട് ബ്രെയിനും രണ്ട് ഫങ്ഷന്, റൈറ്റ് ഹെർമിസ്ഫിയറിന് വേറെ ഫങ്ഷനാണ്, ഈ ലെഫ്റ്റ് ബ്രെയിനിന് വേറൊരു ഫങ്ഷനാണ്. ഇത് രണ്ടിനെയും സമതുലിതമായി അതിൻ്റെ രണ്ട് കഴിവുകളെയും ഉത്തേജിപ്പിച്ച് വികസിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു പരിശീലനമാണ് ഇത്. നമുക്ക് ഇടത്തെ കൈ, ലെഫ്റ്റ് ഹാൻഡ് ടു ദ റൈറ്റ് ലോബ്, പ്രസ് ഹിയർ, ആൻഡ് റൈറ്റ് ഹാൻഡ് ടു ദ ലെഫ്റ്റ് ഹിയർ. ശ്രദ്ധിക്കണം, ഇടത്തെ കൈ വലത്തെ ചെവിയിലും വലത്തെ കൈ ഇടത്തെ ചെവിയിലുമായിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് നാം ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് ഇരിക്കുകയാണ്. എത്തിടുന്നത് പോലെ തന്നെ. ഇങ്ങനെയല്ല എത്തിടുന്ന നമ്മൾ അമ്പലത്തിലൊക്കെ ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി ചെയ്യുന്നത് കാണാം. പക്ഷെ അതല്ല, ഇങ്ങനെ വെച്ചിട്ടുമല്ല, ഇവിടെ പിടിക്കണം, എന്നിട്ട് ശ്വാസം ഇൻഹെയിൽ, ദെൻ ഗോ ഡൗൺ സ്ലോലി, അറ്റം വരെ പോകണം. എന്നിട്ട് അത് കഴിഞ്ഞ് എക്സ്ഹെയിൽ. ഈ സമയത്ത് ഇതൊരു 7 times or 14 times നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഡെയിലി ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാവാത്തതും ഓർമ്മ നിൽക്കാത്തതിനൊക്കെ പരിഹാരമാകും. മാത്രമല്ല, ഈ പരിശീലനം നമ്മുടെ സെക്സ് എനർജിയെ അത് മുകളിലേക്ക് ബ്രഹ്മത്തിലേക്ക് സബ്ലിമേറ്റ് ചെയ്യപ്പെടും. അത് ചെറിയ കുട്ടികൾക്കൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ സെക്സ് എനർജിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഈ പരിശീലനം കൊടുക്കുകയാണെങ്കിൽ ഈ സെക്സ് എനർജിയെ മുകളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. തന്നെ അത് മുകളിലേക്ക്, അതാണ് നമ്മൾ ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മം ആചരിക്കുന്ന ആളുകൾ സെക്സ് എനർജി ഉപയോഗിക്കില്ല. ഇത് കുട്ടികൾക്ക് ഈ സെക്സ് പ്രൊക്രിയേഷൻ്റെ സമയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സെക്സ് എനർജിക്ക് അവരെ പഠിപ്പിലേക്കും അവരുടെ ബുദ്ധിയിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മശക്തിക്ക് വേണ്ടി ചെവിയിൽ പിടിച്ചുകൊണ്ട് അവർ കസേരയിൽ ഇരുത്തുക, നിലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പോൾ കസേരയിൽ ഇരുത്തുക, അത് കുറച്ച് എണ്ണം കൂടുതൽ ചെയ്യുക. 7 എന്നുള്ളത് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യുക. 7x2 അല്ലെങ്കിൽ 7x3 ഒക്കെ ചെയ്യുക. 21 കൗണ്ടൊക്കെ മാക്സിമം ചെയ്യുക. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തി വളരുക, ഓർമ്മശക്തി വളരുക എന്നതിലുപരി നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ബാലൻസ് ചെയ്യുക എന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ അർത്ഥം. മാത്രമല്ല, നമ്മുടെ ഡിവൈൻ എൻട്രി പോയിൻ്റാണ് നമ്മുടെ ക്രൗൺ എനർജി സെൻറ്റർ ചക്ര. ഇതിൽ കൂടെ സ്വാംശീകരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ ഡിവൈൻ എൻട്രി കൂടിയാണ്. ഇതിങ്ങനെ നടന്നു വന്ന് ഉള്ളിലേക്ക് താഴേക്ക് വന്ന് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ, ഫെമിനൈൻ പവർ, അതിനെ താഴേക്ക് വന്ന് നാം ഉയരുന്ന സമയത്ത്, മുകളിലേക്ക് പൊന്തുന്ന സമയത്ത് ബാക്കിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ മുകളിലേക്ക് ഉയർന്നു. ചെറിയ തോതിൽ അത് കുണ്ടലിനി ഉയർന്നു. ഈ കുണ്ടലിനി ഉയർന്നാൽ നമ്മൾ വിശുദ്ധത്തിലേക്ക്, അറിവിലേക്ക്,
നമ്മുടെ എബിലിറ്റികളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് കാണാം. ഇതൊരു ചെറിയ കോഴ്സായിട്ട്, ഒരു ദിവസത്തേക്ക് കോഴ്സായിട്ട്, ഒരു ഹാഫ് ഡേ കോഴ്സ്, ഒരു 4 and 5 hours കോഴ്സായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് സർട്ടിഫിക്കറ്റ്, ഇൻ്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഓരോ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്, ഇത് ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകൾ, ഇതിന് മുമ്പ് ചെയ്യേണ്ട ചില ടൈഗർ യോൺ തൊട്ട് പല കാര്യങ്ങൾ, ഇത് ചിട്ടയായിട്ടുള്ളൊരു ഷെഡ്യൂൾ ചെയ്തൊരു 10 മിനിറ്റ് ചെയ്യുന്ന പരിശീലനം, അതിൻ്റെ ശാസ്ത്രം കൃത്യമായി തയ്യാറാക്കി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇവിടെ യോഗ പ്രാണവിദ്യയിലെ ബ്രെയിൻ പവർ വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള അവസരമാണ്. കുട്ടികളെ, ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും, സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന പ്രായത്തിലുള്ള കുട്ടികൾ തൊട്ട് 99 വയസ്സോ പ്രായമുള്ള ഹെൽത്തുള്ള ഒരാളാണെങ്കിൽ എത്ര പ്രായം ഉണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇത് പഠിച്ചിരിക്കേണ്ട വളരെ അമൂല്യമായതാണ്. പണ്ട് ഇതിനെ മുനിമാർ വിളിച്ചിരുന്നത് ത്വയംബകരം എന്നുള്ള ഇതിലാണ്. ഇവിടെ നമ്മൾ വിളിക്കുന്നത് എനർജറ്റിക് ഡിഫൻസ്. ലോകവ്യാപകമായ ഒരു പരിശീലനമായതുകൊണ്ട് എനർജറ്റിക് ഡിഫൻസ് എന്നാണ് വിളിക്കുക. ഇത് പഠിക്കാനുള്ള അവസരം വളരെ അമൂല്യമായൊരു രീതിയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലെ ടെക്നിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ബ്രെയിൻ വേവ്സ് ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് വേവ്സ്, ഗ്ലാൻഡുകളുണ്ടല്ലോ, വ്യത്യസ്തമായ നമ്മുടെ ശക്തിയെ ഉയർത്തുന്ന, ഇതിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് എത്രമാത്രം മൂല്യമാണ്, എത്രമാത്രം പവർഫുള്ളാണ്, നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാകും എന്നുള്ളത് തിരിച്ചറിയണം. മാത്രമല്ല, ഇത് പഠിച്ച ആളുകൾക്ക്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വിത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളുകളിൽ, അതുമാതിരി നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ക്ലബ്ബുകളിൽ ടീച്ചർമാർക്ക്, PTA കമ്മിറ്റിക്ക്, അതുപോലെ സ്കൂളിലുള്ള പേരൻസിന്, മക്കൾക്ക് ഒക്കെ ആയിട്ട് നിങ്ങൾക്കിത് ഒരു ഓർഗനൈസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നല്ലതിന് ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലല്ലേ അത് പറ്റുള്ളൂ. അപ്പോൾ ഇത് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുന്നിൽ ഇത് അവതരിപ്പിക്കപ്പെട്ട് എല്ലാ ആളുകളും, നമ്മുടെ ലോകത്തെ എല്ലാ ആളുകളും വളരെ ഇഫക്റ്റീവായിട്ട് ഇത് പരിശീലിച്ച് ലോകം ഏറ്റവും മികച്ചതായ ബുദ്ധിപൂർവമായ തീരുമാനങ്ങളെടുത്ത് ശക്തനും ആരോഗ്യമുള്ളവരും മാനസിക ആരോഗ്യമുള്ളവരുമായി ഭൂമി എല്ലാവർക്കും പ്രിയപ്പെട്ടതായി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാ അലട്ടലുകളും മാറി വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്ത് അവരെ ജീവിതത്തെ മികവിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കട്ടെ. എൻ്റെ ഗുരുവിൻ്റെ പേരിലും ഗുരുപത്നിയുടെ പേരിലും ഗുരുവിൻ്റെ ഗുരുവായ മഹാഗുരുജി മേലിങ്ങിൻ്റെ പേരിലും ഞാൻ നന്ദി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളോടും ഇത് ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ രഞ്ജിത്ത്. താങ്ക് യു.